നമസ്കാരം. ഞാൻ ഡോക്ടർ സദാർ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, ഹവേറ്റീസ് ഹോസ്പിറ്റൽ, നെന്മാറ. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിനെ പറ്റിയാണ്. നമുക്ക് നമ്മുടെ പലതരം രോഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മൾ ബേസിക്കലി സൈക്യാട്രിയിൽ നമ്മൾ രണ്ടായിട്ടാണ് ഈ അസുഖങ്ങളെ വേർതിരിയുന്നത്. ഒന്ന് ന്യൂറോസിസും ഒന്ന് സൈക്കോസിസ്. ഈ ന്യൂറോസിസ് എന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഡിപ്രഷൻ, വിഷാദരോഗം, ആൻസൈറ്റി, ഉത്കണ്ഠ രോഗം, പിന്നെ കോസേലി, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഈ അവസ്ഥ അനുഭവിക്കുന്നവർ മിക്കവാറും അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടെന്ന് പറയും. ചിലപ്പോൾ സുഹൃത്തുക്കൾക്കോ കുടുംബങ്ങളിലോ അവർ ഈ ഇത് പറയുകയും അവരതിന് സഹായം തേടുകയും ചെയ്യാറുണ്ട്. അതാണ് ഞാൻ പലപ്പോഴും നമ്മുടെ ഒപ്പിൽ കാണാറുള്ളത്. മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത് സൈക്കോസിസ് ആണ്. അത് കുറച്ചും കൂടെ കടുത്ത മാനസിക പ്രശ്നം അനുഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവർക്ക് പൊതുവെ അവരുടെ പ്രവൃത്തി, ചിന്തയിൽ റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധം നൽകാം. ഉദാഹരണമായി ഒരുപാട് സംശയങ്ങൾ പറയുക, ഹാലിസിനേഷൻസ് പറയും. ഇങ്ങനെയൊക്കെ പേഷ്യൻസ് പൊതുവെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ചികിത്സ എടുക്കാൻ പൊതുവെ മടി കാണിക്കാറുണ്ട്. നമ്മുടെ WHO സംഘടനയുടെ ഒരു കണക്കനുസരിച്ച് ഓരോ 40 സെക്കൻഡിലും ഒരാൾ വീതം സൂയിസൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഡിപ്രഷനാണ്. ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകും. പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ വ്യതിയാനം. നമുക്കറിയാം നമ്മുടെ തലച്ചോറിൽ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് സന്തോഷം, സങ്കടം, പേടി ഇതെല്ലാം വീട്ടുന്നതാണ്. അപ്പോൾ അതിലൊന്നൊരു വ്യതിയാനം ഉണ്ടാകും ചെയ്യുക അനുഭവം. പിന്നെ പല കാരണങ്ങളുണ്ട്, ജനറ്റിക് ഫാക്ടേഴ്സ്, പിന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രെസ്സസ്, അതായത് കുടുംബ പ്രശ്നങ്ങൾ, തൊഴിൽ തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഇപ്പോഴത്തെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് ലഹരി ഉപയോഗം. ഈ ലഹരി ഉപയോഗം കൂടി നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഡിപ്രഷൻ അനുസരിക്കുന്നു. പ്രശ്നം മാത്രമല്ല, പല മാനസിക പ്രശ്നങ്ങൾ ഈ ലഹരി നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ ശരീര പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഉദാഹരണമായി പെർസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഡിപ്രഷൻ ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗർ, BP, ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങളും കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം നമ്മുടെ ശരീരപരിപാലനം പോലെ നമ്മൾ മാനസികാരോഗ്യം പരിപാലിക്കുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇത് ഇപ്പം പലതരം മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ അതിനെല്ലാം കൃത്യമായി ചികിത്സ നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ആർക്കെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ, അതായത് സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ സഹായം നേടുന്നത്. ഒരു പക്ഷേ നേരത്തെ തന്നെ ലക്ഷണങ്ങൾ കണ്ടെത്തി നമുക്ക് ചികിത്സ എടുത്താൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ അസുഖങ്ങൾ നിയന്ത്രണത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്.